ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. അധികം ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ വീഡിയോ നോക്കാം. നോളജ് ജങ്കി. എന്തെങ്കിലിനോടും വളരെയധികം അഡിക്ഷൻ കാണിക്കുമ്പോൾ അതിനെ നമുക്ക് ജങ്കി എന്ന് പറയാം. അവരെ നമുക്ക് ജങ്കി എന്ന് പറയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യൂരിയസ് ആയിട്ട് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പഠനത്തിനോട് അത്രത്തോളം ഒരു അഡിക്ഷൻ ഉള്ള വ്യക്തിയെ നമുക്ക് നോളജ് ജങ്കി എന്ന് പറയാം. ആദ്യമേ പറയാം, ഇതൊരു ഡിക്ഷണറി മീനിങ് അല്ല, ഇൻഫോർമൽ ആണ്. ജസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന കുറച്ച് ചില ഫ്രേസസ്. ഇത്തരത്തിലുള്ള ഫ്രേസസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊരു നോളജ് ജങ്കി ആണെങ്കിൽ ബാക്കി വേർഡ്സ് ആൻഡ് ഫ്രേസസ് കാണാം. ഇതൊരു വേർഡാണ്, പ്രോഡിജി. A young person with exceptional talent. ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ കഴിവ് കാണിക്കുന്ന കുട്ടികളെ നമുക്ക് പ്രോഡിജി എന്ന് പറയാം. അതായത് എ ചൈൽഡ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി ടാലന്റ്. ചില കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലേ, ഒരു എക്സെപ്ഷൻ കേസ് ആയിരിക്കും, വളരെ ടാലന്റഡ് ആയിരിക്കും, IQ ലെവല് അത്രയും കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രോഡിജി എന്ന വേർഡ് യൂസ് ചെയ്യാം. അടുത്ത നമ്മളുടെ വേർഡാണ് വിസ്കിഡ്. വെരി സ്മാർട്ട്, ടാലന്റഡ് യങ് പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഗുഡ് അറ്റ് സംതിങ്, എസ്പെഷ്യലി അറ്റ് എ യങ് ഏജ്. നമ്മൾ അത്ഭുത ബാലൻ എന്നൊക്കെ മലയാളത്തിൽ കളിയാക്കി പറയാറില്ലേ? ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ നമുക്ക് വിസ്കിഡ് എന്ന് പറയാം. നമ്മളൊരു ടീമിലാണെങ്കിൽ ആ ടീമിൽ വളരെ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് ചെയ്യുന്ന ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് വിസ്കിഡ് എന്ന് പറഞ്ഞ് ഒരു കോംപ്ലിമെന്റ് കൊടുക്കാം. അപ്പോൾ ഇത്തരം വേർഡ്സ് ആൻഡ് ഫ്രേസസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുമ്പോഴൊക്കെയാണ്. അപ്പോൾ വിസ്കിഡ് ആണെങ്കിൽ വളരെ സ്മാർട്ടായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ് പേഴ്സണെ നമുക്ക് വിസ്കിഡ് എന്ന് വിളിക്കാം. ഹോട്ട് ഷോട്ട്. ഇതൊരു ഇൻഫോർമൽ വേർഡാണ്, എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വേർഡ് കൂടിയാണ് ഹോട്ട് ഷോട്ട്. എന്താണ് നോക്കാം. വളരെയധികം കഴിവുള്ള, ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സ്പേർട്ടായ, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി. ഇത്തരത്തിലുള്ള ഒരാളെ നമുക്ക് ഹോട്ട് ഷോട്ട് എന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിക്കുന്ന, ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഹോട്ട് ഷോട്ട് എന്ന് വിളിക്കാം. ബ്രെയിനിയാക്ക്. നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പൊ ഹോട്ട് ഷോട്ട് ഒക്കെ പറഞ്ഞതുപോലെ അതേ ഒരു അർത്ഥത്തിൽ തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊരു വേർഡാണ് ബ്രെയിനിയാക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേർഡ്സ് എല്ലാം വളരെ കഴിവുള്ള, ടാലന്റഡ്, സ്മാർട്ട് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളതാണ്. ഇതിൽ മിക്ക വേർഡ്സും ഇൻഫോർമൽ ആണ്. അപ്പോൾ ബ്രെയിനിയാക്കും ആ ഒരു കാറ്റഗറിയിൽ പെട്ട വേർഡാണ്. അടുത്തതാണ് മാസ്റ്റർ മൈൻഡ്. എ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് ഇന്റലിജൻസ് ആൻഡ് പ്ലാനിങ് എബിലിറ്റി. വളരെ ബുദ്ധിയുള്ള, പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ വിജയിപ്പിക്കുന്ന ആളെ നമുക്ക് മാസ്റ്റർ മൈൻഡ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അത്രത്തോളം പ്ലാനിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് മാസ്റ്റർ മൈൻഡ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയാം. ഏസ്. ഏസ് എന്നത് വളരെ കഴിവുള്ള, തൻ്റെ ഏരിയയിൽ ഏറ്റവും മികച്ച ഒരാളെ നമുക്ക് ഏസ് എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്പർ 1 ഇൻ സംതിങ് എന്ന് പറഞ്ഞാലും ഏസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. വീണ്ടും പറയട്ടെ, ഇതിൽ മിക്കതും ഇൻഫോർമൽ ആണ്, ഡിക്ഷണറി വേർഡ്സ് അല്ല. നമ്മളുടെ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്റ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കോംപ്ലിമെന്റുകൾക്ക് നമുക്ക് ഈ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു നോളജ് ജങ്കി ആണെങ്കിൽ വീണ്ടും വീഡിയോയിൽ കാണാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.